കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളുടെ റവന്യൂ ഇൻകം ഏറ്റവും കൂടുതൽ നമുക്ക് ലഭ്യമാക്കുന്ന പ്രവാസ ലോകത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യരുള്ള ഇടമാണ് ഈ നാദാപുരം. ആ പ്രവാസികൾ ഒരുപാട് സംരംഭകരുണ്ട്. ആ സംരംഭകരുടെ കീഴിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് മനുഷ്യർ ജീവിക്കുകയാണ്. അങ്ങനെ ജോലി ചെയ്യുന്ന പ്രവാസികളെല്ലാം ഈ നാട്ടിലേക്ക് അയക്കുന്ന നാണയത്തുട്ടുകൾ കേരളത്തിന് മുന്നോട്ട് പോക്കിൽ വലിയ ഘടകമാവുകയാണ്. എന്നാൽ കഴിഞ്ഞ നാൾ ഇത്രയുമായി ഈ പ്രവാസികൾക്ക് വേണ്ടി ഒരു പദ്ധതി ആവിഷ്കരിക്കാനോ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കാനോ നടപ്പിലാക്കാനോ ഒരു ഭരണകൂടത്തിന് കഴിയാത്തതിന്റെ കാഴ്ചപ്പാടുകൾ ഇവിടെയുണ്ട്. കഴിഞ്ഞ 55 വർഷക്കാലമായി തെരഞ്ഞെടുക്കപ്പെടുന്ന MLA-മാർ ഇവിടെ നിന്നുള്ള പ്രവാസികൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യം ജനങ്ങൾക്കുണ്ട്. അത്തരം വിഷയങ്ങളും ഇവിടെ ചർച്ചയാണ്. ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കാൻ കഴിയുന്ന ഇടമാണ് നാദാപുരം. പ്രത്യേകിച്ച് വടകരയും കുറ്റ്യാടിയും ഉൾപ്പെടെയുള്ള പ്രാന്തപ്രദേശങ്ങളിലും നാദാപുരത്ത് നിന്നും വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി മിടുക്കരായ വിദ്യാർത്ഥികൾ നമ്മളുടെ നാട് കടന്നു പോകേണ്ട അവസ്ഥയാണ്. എന്നാൽ അതിനു പകരം ഏറ്റവും മികച്ച ഒരു മികവിന്റെ കേന്ദ്രമാക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അപര്യാപ്തത ഇവിടെയുണ്ട്. ആരോഗ്യ മേഖലയിലെ പിന്നോക്കാവസ്ഥ ഇവിടെയുണ്ട്. ഇവിടെ ഇപ്പോഴും ശിഹാബ് തങ്ങൾ ട്രസ്റ്റ് ഉൾപ്പെടെയുള്ള മറ്റ് പല ചാരിറ്റി സംഘടനകളുമാണ് ഇവിടെ ഡയാലിസിസ് ഉൾപ്പെടെ പല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും സെന്ററുകൾ ആരംഭിച്ചത്. എന്നാൽ ഗവൺമെന്റ് ആശുപത്രി പോലും നോക്കുകുത്തിയാണ്. ഇതിനൊക്കെ ഒരു മാറ്റം വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ മണ്ഡലത്തിന്റെ പിന്നോക്കാവസ്ഥ സർവ്വ മേഖലകളിലും പ്രകടമാകുമ്പോൾ അതിൽ മാറ്റം വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റത്തിനൊപ്പം നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് UDF-ന് ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങൾ ഇത്തവണ UDF-നെ ചേർത്ത് പിടിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ എനിക്ക് അതിൽ നിന്ന് സ്വീകാര്യത ലഭിക്കുന്നത് എന്നാണ് എന്റെ വിശ്വാസം.